ഇതെന്റെ ശരീരവും രക്തവുമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. സോ ബോയ്സ്, യെസ്, ഇന്ന് നമ്മളുടെ +2 റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് നമ്മളെല്ലാവരും റിസൾട്ട് നോക്കുന്നു. തോറ്റാലും ജയിച്ചാലും നമ്മൾ അടിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ? അപ്പൊ ഷാനു പണി തുടങ്ങിക്കോ. ഷിഫാസ് അഹമ്മദ് 650 113. ഓക്കെ, അപ്പോ ഷിഫാസ് അലി 650 118. ഡേവിഡ് ജോൺ 680 111. ജോജോ ജോൺസൺ റോൾ നമ്പർ 650 അറിയോ? 115. എന്താടാ? ഒന്നുകൂടി നോക്കി അടിച്ചേ. അപ്പൊ അടി. നോക്കാല്ലേ? എന്നാ പിന്നെ സമയം കളയണ്ട, അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാ സമാധാനത്തിലിരുന്ന് അടിക്കാം. ഞാനേ ഇന്ന് അടിക്കുന്നില്ലടാ. എന്താ അടിക്കാത്ത? അല്ല, ജയിച്ചാലും തോറ്റാലും അടിക്കാണല്ലോ നമ്മൾ തീരുമാനിച്ചത്. ഞാൻ ജയിച്ചു. ഞാനേ ഒന്ന് വീട്ടിൽ പോയിട്ടാ. വാപ്പയമ്മൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും. അപ്പൊ ഞാൻ വൈകിട്ട് എന്റെ വീട്ടിലേക്ക് വരാം. എന്ത് കാര്യത്തിന്? അവിടുന്ന് അടിക്കാം. അപ്പൊ ശരി. അതെ, നീ കൊടുക്കുന്ന പറ്റില്ലായിരിക്കോ? ആരുടെ പറ്റില്? നിന്റെ എന്ത് മൈൻഡല്ലേ അവന്റെ. ജയിച്ചാലും തോറ്റാലും ഒരുമിച്ച് വന്നിരുന്ന് അടിച്ച് ഹാപ്പി ആവുന്നു പറഞ്ഞവനോ. ഇങ്ങനെ പോയി കഴിഞ്ഞാ ഷാനുവിന് പണി കിട്ടും, ഉറപ്പായിട്ടും അവന് പണി കിട്ടും. അതെ, അവന് പണി കിട്ടും. അവൻ ജയിച്ച് അല്ലാത്ത നമ്മളൊക്കെ ഇങ്ങനെ തീറ്റിരിക്കും. പൊന്നളിയമായി അനാവശ്യം ഓർത്താനൊക്കെ എന്തിനാണ് ഇതിങ്ങ എടുക്കുക? ഇതടിച്ചു തീർത്താ പോരെ. എന്തായാലും എവിടെയാണളിയാ നമുക്ക് പാളിയത്? വിദ്യാഭ്യാസ രീതിയെ ശരിയല്ലടാ. സത്യം സത്യം. വിദ്യാഭ്യാസത്തിലല്ല, നല്ല ഇന്റർനാഷണൽ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം. മനസ്സിലായ? അല്ല, അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യൂടാ? നമുക്കൊരു കള്ള് പറഞ്ഞാലോ? പൈസ ഉണ്ടാ? രണ്ടോളം കള്ള്. ഞാൻ വീട്ടിൽ എങ്ങനെ കയറുന്നാടാ ഞാൻ ആലോചിക്കുന്നത്. +2 ജയിക്കുന്നു മമ്മിനോട് വെല്ലുവിളിച്ചിട്ടൊക്കെ ഇറങ്ങിയ. നീ എന്റെ വീട്ടിൽ പോരെ. അപ്പൊ നീ എവിടെ പോവും? എവിടെ പോരാടാ, ഞാൻ നിന്റെ വീട്ടിൽ പോരാ. +2 ജയിച്ചു കഴിഞ്ഞാ ഇറ്റലിയിലെ ലൗലിലെ അടുത്തേക്ക് വിടാന്ന് ഞാനാ നമുക്ക് വാക്ക് കൊടുത്തതാ. ഓഹ്, ഇനിയിപ്പൊ ഈ തോറ്റ കഥയൊക്കെ എങ്ങനെ ഒന്ന് വിളിച്ചു പറയുന്നത്? ഓഹ്, ആകെ നാണക്കേടായല്ലോ. എടാ ജോജോ, നീ എന്തെങ്കിലും ഒരു സമാധാനം തരുമോ ഒരു ദിവസം? ആ മമ്മി ഇരിക്കടാ, കഴിക്കാടുക്കട്ടടാ. ഓ വേണ്ട മമ്മി, വീട്ടിൽ മുമ്പ് ബിരിയാണി ഉണ്ടാക്കി. ഇന്ന് റിസൾട്ടൊക്കെ വന്നല്ലേ, ഞാൻ അടിച്ചു. A+ ഉണ്ടോടാ? 3 ആണോ? കണ്ടു പഠിക്കടാ. എടാ, ഇതാണ് ആമ്പിള്ളേര്. കൂടെ നടക്കണേന്റെ വല്ല ഗുണോ നിനക്കുണ്ടോടാ? അതെ, നീ ഇരിക്ക്, നിനക്ക് ഒരു സാധനം തന്നു വിടാവേ. ഇവനിനെ എങ്ങനെ പാസ്സാവാനാണോ? എന്താടാ കഴിക്ക്. ഇറങ്ങിപ്പോടാന്നറിയ എന്റെ വീട്ടിൽ നിന്ന്. എന്താടാ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇറങ്ങിപ്പോടാ. നാളെ രാവിലെ കാണാൻ ബോട്ടിൽ നിന്ന്. ഓക്കെ, നാളെ ഹാപ്പി ബർത്ത്ഡേ ആണ്, മറക്കണ്ടാട്ടാ. മമ്മി പോവാ, അവനെ പുറത്താക്കി. നീ എന്റെ പ്രേമ നീ എന്റെ പ്രേമ കണ്ണാടി കണ്ണീരുക്കി മുന്നാലെ കണ്ടയുടൻ. എന്താണ് സുഖല്ലേ? ടച്ച് സുനി പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. എടുത്ത വെള്ളത്തിലേക്ക് ഇട്ടാലോ? ഈ സീറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. എടാ ജോജോ, അവളെന്നെ മൈൻഡ് പോലും ചെയ്യുന്നല്ലോ. എന്ത് ചാടേടാ അവൾക്ക്? രാജാടല്ലേ എന്റെ ക്രഷ്. ഞാൻ പോയി എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. മാറ്. ആണോ? എന്നാ ഞാൻ വരട്ടെ.
എന്തിന്? വാഴ നനയുമ്പോ കുറച്ച് ചീരയും കൂടെ അറിഞ്ഞോട്ടെ. അപ്പൊ അവന്തിക എന്തേ? അവളെന്നെ ബെസ്റ്റ് ആക്കിയടാ. ഓ, നിനക്ക് ഈ ബെസ്റ്റ് തന്നെയാ നടക്കുള്ളൂ ഷാനു. ബാക്കിയുള്ള ജീവിതം അങ്ങനെ തീർക്കുക. എന്നാ അത് പിടിച്ചേ, മ്യൂസിക് ഒക്കെ കേട്ട് ഒന്ന് ചില്ല് ചെയ്തിരിക്കും. ഒരു ചുള്ളൻ ചെറുപ്പക്കാരൻ അവിടെ നോക്കിയിരിപ്പുണ്ടായിരുന്നല്ലോ, മൈൻഡേ ചെയ്തില്ല. എവിടെ? ആരാത്? ഞാനത് ചാളി. ഈ എക്സാമിന് മാർക്ക് കുറയുന്നൊന്നും അത്ര വലിയ തോൽവിയല്ല. ഇതെല്ലാം ഞാൻ ടേക്ക് കയറിയില്ലേ? ബോട്ടിലെ നോട്ടം ടോട്ടലി ഓസം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നു. കാട്ടുകി പടരണ പോലെ ടോപ്പ് ടു ബോട്ടം. She is my കൺമണി, വെണ്ടുമ്പോ ഹാമണി. ചാരെ ഞാൻ ചെല്ലുമ്പോഴോ acting so normally. She is so lovely, she's just like family. ചുമ്മാതെ വിട്ടേരന്നെ, let me live happily. വീമ്പൂ നാരങ്ങ ലെമൺ. നീ എന്റെ പ്രേമ ബഹുമൻ. ഹാപ്പി ബർത്ത്ഡേ ജോജോ. നാ റിസൾട്ട് വന്ന ഇടപെടലും പാളിരിക്കുന്ന എനിക്ക് എന്ത് ബർത്ത്ഡേ? നീ തുറന്നു നോക്ക്. പിന്നെങ്ങാനും നോക്കാടി. പോരാ, ഞാൻ തുറക്കാം. നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? പഠിക്കണ സമയത്ത് പഠിക്കണായിരുന്നു. ഞാൻ നിനക്ക് എത്ര ബിറ്റ് എഴുതി തന്നു, ഒന്നും വർക്കായില്ല. പക്ഷെ കുഴപ്പമില്ലടാ, സമയം ഇസ് നോട്ട് ഗുഡ്. സത്യം, സമയദോഷ. താങ്ക്സ്. ചേച്ചി, എടി എന്തിനാ? നിന്റെ ബർത്ത്ഡേ അല്ലേ, നോക്കട്ടെ. ചെറിനെ ലോട്ടറി ഒന്നും വേണ്ടടി. ചേച്ചി ലോട്ടറി ഒന്നും വേണ്ട. മോന്റെ പൈസ അല്ലേ, അത് തരും പൈസ. പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചേച്ചി. ചേച്ചിയുടെ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എത്ര? 75 ലക്ഷം. അതിനേക്കാളൊക്കെ ഒത്തിരി വിലയുള്ള മുതലാണ് ചേച്ചി എന്റെ കൂടെ ഇരിക്കുന്നത്. ചേച്ചി ഒന്ന് പോയേ, ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിച്ചിരിക്കാനുണ്ട്. വേണ്ട ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വെച്ചേരെ, അടുത്ത വർഷം എടുക്കാം. ഇല്ല, നമ്മളുടെ കൂടെ ഇനി ആടിയില്ലവൻ. അവിടെ ഷിഫാസേ ആൽബിയെ ഇങ്ങോട്ട് വന്നേ, എടാ, പറയട്ടെ. ഇവനെന്താ ബീഫ് എന്താന്ന് വെച്ചാ കൊടുത്തേ? എന്താടാ വേണ്ടേ? നീ മരിയനെ സ്റ്റോക്ക് ചെയ്യണ ഞാൻ കണ്ട്. സ്റ്റോക്കാ? ആര്? ഞാൻ സ്റ്റോക്കൊന്നും ഇല്ലട്ടാളി, ചുമ്മാ പറയണേ. നീ എന്തിനാ അവളോട് ഉമ്മ ചോദിച്ചാ? ഉമ്മേ? ആരും ഉമ്മ ചോദിച്ചു? എനിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉമ്മ ഉണ്ടാവില്ല, പിന്നെ എനിക്ക് അവളുടെ ഉമ്മ. എന്റെ ഷിഫാസെ, നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഷോറക്കല്ലേ? അല്ല അളിയാ, അതിപ്പോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? നിന്നോട് ചോദിച്ചാ ആരയിക്കണം? അവനോട് പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ കേട്ടോളൂ. ഇറങ്ങിപ്പോയാടാ, ഇവിടെ കച്ചവടം നടക്കുന്ന സമയമാണ്. നീ പുറത്തങ്ങനെ പോയി വർത്താനം പറ. എന്റെ പൊന്നേറുതെ പറയാൻ വന്നതാ. ഇവന്മാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ശരി, കാണാട്ടാ. കണ്ടോളാടാ അവളെ. ഒരുത്തൻ ഇപ്പൊ തന്നെ കേറി വന്നിട്ട് നമ്മളുടെ വലുതിനെ വലിച്ചിട്ടിടിക്കും പറഞ്ഞ് പേടിപ്പിച്ചിട്ടോ വേടാ. എന്തിന്? അതിവൻ ഏതോ പെണ്ണിന് മെസ്സേജ് അയച്ചാണ്. അതിനവനെന്താ, ഒരു കുളത്തിൽ ഇപ്പൊ എത്ര പേര് മീൻ പിടിക്കും? എടാ ചെറുതെ, നമുക്ക് കൊടുത്തു വിട്ടില്ലടാ. എന്നിട്ട് പോയടാ പാനിന്റെ കൂടെ. ഞാൻ ക്ഷമിച്ച്. അതെങ്ങനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും? ഇന്നിവിടെ കേറി വന്ന നാളെ നമ്മളെ കേറി ഇടിക്കൂലെന്ന് ആരുണ്ട്? ഈജ
അവന് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ പോയിട്ടുണ്ടാവില്ല അവൻ. ചെറുതേ കത്തി മാറ്റിക്കോ. ആരാടാ? ആ മഞ്ഞയും ബ്ലാക്കും ജേഴ്സി ഇട്ടവനാടാ. പിന്നെ കൂടെ നിൽക്കുന്നതെന്ന് അറിയാം. ആൽബിയല്ലേ? ഞങ്ങളൊന്നിച്ചാണല്ലോ സൺഡേ ക്ലാസ്സിൽ പഠിച്ചു. അതുകൊണ്ട് DJ നല്ല പവർ പഞ്ചുകളായിരിക്കണം കേട്ടോ. ആൽബി എന്താടാ? മണ്ണ് പെണ്ണ് പൊന്ന് ഇതിനൊന്നും പേര് തമ്മി തലയിടുന്നല്ല നമ്മളൊന്നിച്ച് പഠിച്ചത്. എന്നിട്ടാണോ നീ കടയിൽ കയറി ഐറ്റ് ഇറങ്ങിയത്? പിന്നെ ഇവളോട് ഉമ്മ ചോദിച്ചാലാ? ചോദിക്കുന്നത് മര്യാദ, നീ ചെയ്തത് മര്യാദ കേട്. ഉമ്മ ചോദിച്ചതിനാണ് നീ പിടിക്കും. അല്ലെങ്കിൽ വേണ്ട, നീ എന്നെ പിടിച്ചേ. എന്റെ ഒരു കിടിലൻ പദ്ധതി ഉണ്ട്. കോട്ട. അതല്ല എടാ, സ്പോർട്സിലോ ആർട്സിലോ നമ്മൾ സ്റ്റേറ്റ് ലെവൽ വരെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അതിന് കോട്ടയിൽ കയറി പറ്റാൻ പറ്റും. പിന്നെ നമ്മൾ തോക്കുന്ന വിഷയമൊന്നും ഒരു വിഷയമല്ല, ചോദിക്കുന്ന കോളേജിലായിരിക്കും അഡ്മിഷൻ. ഞാൻ ആലോചിച്ചിട്ട് ആർട്സിൽ നമ്മൾ ഒരുപാട് പയറ്റിപ്പാളിയതുകൊണ്ട് ഇത്തവണ ഒരു ഫ്രഷ്നെസ്സിന് നമുക്ക് സ്പോർട്സ് പിടിച്ചാലോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ വീഡിയോ ഗെയിമിന്റെ പുറകെയല്ലേ, നമുക്ക് കുറച്ച് റിയൽ ആയിട്ട് തന്നെ പിടിക്കാം. റിയൽ സ്പോർട്ട് ഏതാണ്? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ. ഇതിനൊക്കെ ഒത്തിരി ആൾക്കാർ വേണോടാ, ഇതൊന്നും സെറ്റ് ആവൂല. എന്റെ കയ്യിൽ ആക്ച്വലി ഒരു ഐറ്റം ഉണ്ട്, പക്ഷെ അത് DJ സോറി. എന്താണ് നീ ബിൽഡപ്പ് എടുത്തി കാര്യം പറ. ബോക്സിംഗ്. ബോക്സിംഗാ? അതെ. എന്തിന്? എന്തൊക്കെ സ്പോർട്സ് ഉണ്ട് ഇവിടെ? അതല്ല ഞാൻ പറഞ്ഞു, മറ്റുള്ളതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേണ്ടേ? ഇതാവുമ്പോ റിങ്ങിൽ ഒറ്റക്കൊറ്റക്ക് ഒരുത്തന്നെ ഇടിച്ചാ പോരെ? ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ഇടിക്കില്ലേ? നമ്മൾ ഇടിക്കൂലടാ, ഇടിച്ച് പൊളിക്കൂലേ? ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് ഇടിക്കും. അതുകൊണ്ട് നമുക്ക് പറ്റിയ പരിപാടി ബോക്സിംഗ് ആണ്. ബോക്സിംഗ്. പക്ഷേ നമ്മളെ ബോക്സിംഗ് പഠിപ്പിക്കാൻ മാത്രം ആലപ്പുഴയിൽ ഒരു സ്ഥലം അത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എവിടെ? ആലപ്പുഴ ജിംഖാന. ജിംഖാന. ആലപ്പുഴ ജിംഖാന. ഓക്കെ. മൊത്തത്തിലൊരു ദാരിദ്ര്യം ഉണ്ടോടാ? ദാരിദ്ര്യമല്ല, വിന്റേജ്. എന്താടാ ചെറുതെ? ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ? അത് നന്നായി. അതെ, 1000 രൂപ അഡ്വാൻസും 500 രൂപ ഫീസും അടക്കേണ്ടി വരും. ഞാൻ പോവാ. ഒന്ന് താത്തി പിടിക്കാൻ പറ്റുമോ? ബുക്കാണോ? ജോജോ അല്ലേക്ക, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഞങ്ങള് പിള്ളേരല്ലേ. എന്ത് ഇപ്പൊ നീ ആ അമ്മദ് കട മോനല്ലേ ഇറച്ചി? അതെ, നമ്മുടെ പിള്ളേരാ. കുറച്ച്
എല്ലാം നമ്മുടെ മക്കളെ ഇപ്പൊ എന്താണ് ഒരു പണി ചെയ്യും. ഒരു 300 രൂപ അഡ്വാൻസും 150 രൂപ ഫീസും വെച്ച് അടക്കാൻ പറ്റുമോ? ഓ സെറ്റ്. EMI ഉണ്ടാ? ഉണ്ടല്ല, പക്ഷെ മാസത്തിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ വരുള്ളൂ. മതിയാവോ? എന്താടാ? അതെ യുമാർക്കേ പറയടാ. ബോക്സിംഗ് പഠിക്കണം. എന്തിന്? അല്ലിക്ക അടുത്ത വർഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും SD കോളേജിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വേണം. അപ്പൊ അതിന് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അല്ലടാ? ഇക്കത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. വാ വാടാ വാ. ഗ്ലൗസ് ഒക്കെ എവിടെയാണ് ഇക്ക വെച്ചേക്കുന്നത്? ആദ്യം ഈ ഫാക്ടറിക്ക് ചുറ്റും ഒരു 50 റൗണ്ട് ഓടിയിട്ട് വാ. ശരീരമൊക്കെ ഒന്ന് വേർക്കട്ടെ. വേണോ? ഇത് ചെറിയ സ്ഥലല്ലേ, നിങ്ങൾ ഓടിക്കോ. അധികം ഉണ്ടാവില്ല. 50 റൗണ്ട് അല്ലേ? വേഗം തീർത്തേക്കാളാ. വാ. എത്ര ഉണ്ടെന്നടാ? 45 ദിവസം കൊണ്ട് ഓടി തീർത്താൽ മതി. ഞാൻ ചോദിക്കാം അങ്ങനോട്. പോടാ അവിടുന്ന്. വാ വാ boys. Come on boys. Rest മതി. Come on. ഇവന്മാര് രാത്രി ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിരുന്നിട്ട് മരുന്ന് വലിക്കണ്ടെന്നൊരു സംശയമുണ്ട് എനിക്ക്. നമ്മളെ കാണുമ്പോ ഒരു ബഹുമാനക്കുറവാണ് ഇവന്മാർക്കേ. പൊക്കമുള്ള ഉണ്ടല്ലോ ഇവിടെ. ഓടി. എന്നാ ഇപ്പൊ എല്ലാരും വീട്ടിൽ പോക്കോ. അപ്പൊ ബോക്സിംഗാ? നാളെ വരുമ്പോ എല്ലാരും സ്പോർട്സ് വെയർ കൊണ്ടുവരണം. എന്നിട്ട് ഇതിന് ചുറ്റും ഒരു 50 റൗണ്ടും കൂടി ഓടണം. അത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ നാളെ ഓട്ടം തന്നെയാ? ഇവിടെ തന്നെ കിടക്കാം. വേണ്ടടാ, ഇയാൾക്ക് പ്രാന്ത. ഇയാളെ പിന്നെ ഓടിക്കും. വീട്ടിൽ പോ. കഴിഞ്ഞ് ഓടി കഴിഞ്ഞ നിങ്ങളാ പുറകോട്ട് നിൽക്കുക. എനിക്ക് ബോക്സിംഗ് വേണ്ട, കുസ്തി മതി. നീ അങ്ങോട്ട് നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. ഓടാ, ഞാൻ കുസ്തി പഠിക്കണേ. ഇതാണോ കുസ്തി? കൊള്ളാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബോക്സിംഗ് സ്റ്റാൻസ്. നമ്മുടെ വലത് കാല് കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് അതിൽ ബലം കൊടുത്തേക്ക്. ഓക്കെ. ഇനി ഗാർഡ്. ഈ 2 കൈയും ദാ ഇങ്ങനെ ഫേസിനോട് ചേർത്ത് പിടിക്കുക. ഇതെന്തിനാണെന്നറിയാവോ? മുഖത്തിന് ടിടി കിട്ടായിരിക്കാൻ. ഈ കൈ എപ്പോൾ താഴുന്നോ അപ്പം മുഖത്തിന് ടിടി കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ? ഇങ്ങനെയല്ലടാ. ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. തലയിലല്ലടാ, ദാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ചേർത്ത്. ഓക്കെ. എന്റെ ശരിയാ. പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അറിയാ പുള്ളിക്ക്. അസൂയ. ഇനി എതിരാളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തോ. ശിവോ, നീ ഒന്ന് കാണിച്ചു. മമ്മി, മമ്മി, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ആരാരെ പേടിപ്പിച്ച്?
നാളെ മുതൽ ഇതൊന്നും പോരാ. ഈ സോയൻ ചമ്മന്തി ഒന്നും പോരാ. കുറച്ചുകൂടി പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഞാൻ ബോക്സിംഗ് ട്രെയിനിങ് തുടങ്ങി. ഓ, നിനക്ക് പറ്റണ പണിക്ക് പോയാ പോരെ. ബോക്സിങ്ങേ അടുത്ത് ഉടായിപ്പോട്ട് വന്നേക്കുവാ. ഒരാൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. കഷ്ടം തന്നെ മമ്മി. ഇത് വാടകയൊക്കെ ബോക്സിങ്. അതെ, എത്ര നാളായത്? ഒരു മാസായിട്ട് തന്നെ. ഷിബു, ഒറ്റ മിനിറ്റ്. സലീം കാ, വണ്ണ് പഠിച്ചു. ഇനി എന്താണ്? നോക്കിക്കോ. ടു. ടു. ചെയ്തോ. എടാ ചോദിച്ചോ, നാളെ മുതൽ ഞാനൊന്നും ഇല്ല കേട്ടോ. 1 ഒരു മാസം, 2 2 മാസം. ഇന്നലെ ജോജിക്ക് മെസ്സേജ് അയച്ചിട്ട് ഓൺലൈൻ ആയിട്ട് റിപ്ലൈ തരാത്തെ. അത് അങ്ങനെയല്ലോ. ഞാനിപ്പോ ബോക്സിംഗ് ട്രെയിനിങ് ഒക്കെ തുടങ്ങിയല്ലോ. നെക്സ്റ്റ് വീക്ക് ഞങ്ങക്ക് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞാനും കോച്ചും വീഡിയോ കോൺഫറൻസിലായിരുന്നു. സോറി, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യോ? അപ്പോ ഇപ്പൊ ജോജയ്ക്ക് ഒരാളെ ഇടിച്ചിടാൻ പറ്റുമോ? ഇടിക്കാനൊക്കെ പണ്ടേ പറ്റുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കലാണ്. അന്നാ ആ ടച്ച് സുനീനെ ഇടിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇടിക്കണോ? വേണ്ട മോനെ. നീ അവനൊന്ന് നോക്കിയേ. നേരെ ചെന്ന് അവന്റെ റൈറ്റ് സൈഡിൽ ഒരു 1ഉം ലെഫ്റ്റ് സൈഡിൽ ഒരു 2ഉം കൊടുത്താ അവൻ നേരെ വെള്ളത്തിൽ കിടക്കും. ചെയ്യട്ടെ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ ഞാൻ അവൻ ഇടിച്ച് വെള്ളത്തിലിട്ടാ അത് കേസാവും. പിന്നെ ആരിടിച്ചു? അത് ചിലപ്പോ നിന്റെ പപ്പയറി. നിന്റെ ഫോൺ മേടിച്ചു വെക്കും, ലാപ്ടോപ്പ് മേടിച്ചു വെക്കും, ചിലപ്പോ ട്യൂഷന് പോലും വിടില്ല. ആകെ പ്രശ്നമാവും. കുഴപ്പമുണ്ടോ? വേണ്ട വേണ്ട. അല്ല, അതെല്ലാം നമുക്ക് ഒരുമിച്ച് ഞാൻ പൊട്ടിച്ചിട്ട് വരട്ടോ. എനിക്ക് അവനെ അനുവില്ലാത്തപ്പോ കിട്ടും. അപ്പൊ കൊടുത്തോളാം. പേടിച്ചു. ജോജോ പഠിക്കുന്നത് കിക്ക് ബോക്സിംഗ് ആണോ അതോ നോർമൽ ബോക്സിംഗ്? അല്ല, അതിപ്പോ ബോക്സിംഗിൽ ആകെ ഒരു ബോക്സിംഗ് അല്ലേ ഉള്ളൂ. അല്ലടാ? അതെ, നോർമൽ ബോക്സിംഗ്. ഞാൻ പിന്നെ ഇതൊന്നും കണക്കിലെടുക്കാറില്ല. റീ കയറി ഇടിച്ച് പൊളിക്കാന്നുള്ള മൂടാണ്. എന്നാ ശരി, see you tomorrow. അപ്പൊ see you. Bye. എടാ, നമ്മളുടെ എന്ത് ബോക്സിംഗ് ആണ്? ഫോണോ ലാപ്ടോപ്പൊക്കെ പോകുന്ന പേടിച്ചു വരും. നിങ്ങൾക്ക് ഏതാ മനസ്സിലായോ? ആന്റണി ജോഷുവ നാഷണൽ ലെവലിൽ കളിച്ചിട്ടുള്ള പ്ലെയറാ. ഇപ്പൊ സൗത്ത് ഏഷ്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാത്തിന്റെയും തുടക്കം നമ്മുടെ ജിങ്കാനെന്നാ. അല്ലടാ? ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് ഒക്കെ അടുത്ത് വരികയല്ലേ. ഇനി കുറച്ച് നാള് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ജോഷു ആയിരിക്കും. ഇവനെ നിർത്തിക്കൊണ്ട് പറയല്ല, മിടുക്കന. ഇവനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലടാ ജോഷുവ? നിനക്ക് അവരോട് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞിട്ടോ. എനിക്കവിടെ ഗുസ്തി കോച്ചിങ് ഉണ്ട്. ഓക്കെ. നീയൊക്കെ എത്ര നാളായിടാ ബോക്സിംഗ് ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ച, ഒരു മാസം, 2 ആഴ്ച. ഈ കോലത്തിലാണോ നീയൊക്കെ ബോക്സ് ചെയ്യാൻ പോണേ? ഒന്നിനും ആരോഗ്യമില്ല,
നല്ലൊരു ഷൂ ഇല്ല. കണ്ടത്തിൽ കളിക്കാൻ വരുന്ന പോലെയാണ് ബോക്സിങ്ങിന് വരുന്നത്. നീ ഒന്നും ഇതുവരെ ബോക്സിംഗ് ഗ്ലൗ ഇട്ടിട്ടില്ലല്ലോ? ഇല്ല. വാ വാടാ. നീ ഇതിട്ടിട്ട് വാ. പെട്ടെന്ന്. ഒന്നിടിച്ച. ഇതാണോടാ നിന്റെ ഒക്കെ പഞ്ച്? ഒന്ന് ആരോഗ്യത്തോടെ ഇടിക്കടാ. പഞ്ച് ചെയ്യാൻ പറയുമ്പോ വെറുതെ കൈവീശിടിക്കലല്ല. വേൾഡിലെ ഏറ്റവും പവർഫുൾ പഞ്ച് ഒരു ബോക്സറുടേതാണ്. അത് വെറുതെ ഉണ്ടാവുന്നതല്ല. നിങ്ങളുടെയൊക്കെ സ്പീഡ്, ടൈമിങ്, വെയിറ്റ് ഡെലിവറി അതെല്ലാം വരണം. നീ ഒന്ന് ബോക്സിംഗ് സ്റ്റാൻസ് നിന്നാ. ബാക്കിലേക്ക് കുറച്ച് വൈഡാക്ക്. ചിണ്ടാവും. നിന്റെ ലെഗ്, ഹിപ്പ് സെയിം ടൈം റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ. അതേസമയം പഞ്ച് കണക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. ഒന്ന് ബോഡി ടേൺ ചെയ്ത് ഫുൾ പവർ, ഫുൾ. എടാ പൊക്കിപ്പിടി. ഒരുപാട് പ്രതീക്ഷയുള്ള താരങ്ങളുണ്ട്. ഇത്തവണ കപ്പ് ആലപ്പുഴയുടെ ഷെൽഫിൽ ഇരിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് സലീമക്ക് നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ബോക്സ് ചെയ്യില്ലേട്ടാ. ഇതുപോലെ പത്രത്തിലൊക്കെ ഫോട്ടോ തന്നെ അഷറ പോലും. നമ്മളെല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതിന് ഞാനെന്തിനാ പറഞ്ഞ? ഞാൻ പാസ്സായില്ലേ? ഷാനു, എടാ എനിക്ക് ബോക്സിംഗ് അറിഞ്ഞൂടറാ. നിനക്ക് 1 ഉം 2 അറിയില്ലേ? 1 ഉം 2 അറിയാം. മതി. ഏതാണോ സ്ക്വാഡ്? അർണോൾഡിലെ പോലെ പോണത് ശ്രദ്ധിക്കുക. അതിന്റെ ബാക്കിൽ നട്ടാശ പള്ളിത്തുരുത്ത്, പിന്നെ ഗൗരി, റീന, ആലപ്പുഴ ജംഗ്ഷനും കുമരകം. ഹായ്. ഹലോ ജോജോ. ഹായ് നട്ടാഷ. ബ്യൂട്ടി. നടാശയ്ക്ക് ചോര കണ്ട പേടിയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്റെ മാച്ച് ഉണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബി മൈ ഗസ്റ്റ്. ജോജോ എവിടെ? ജോജോ ദേ നിക്ക്. കോഴിയാണോ അതോ കോമഡിയാണോ? നോ, ബോക്സർ. എന്താ ഇവിടെ? ഇത് കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഫാക്ടറി കാണാൻ വന്നതാ. ശരി, കാണാം. അല്ല, അത് ബോട്ട് മീറ്റ്സ്. ജോജോ 1 2 1 2 1.
പറ്റിട്ടുണ്ടോ? അത് ആരെന്റെ മുഖത്തടിച്ച്. നീ എന്താ തിരിക്കാതെ ശരിക്കും ഇടിക്കണോ? നീ തിരിച്ചടിക്ക് 1 2. അതിനറിയേണ്ടത് മിക്കവാറും എന്റെ ഹൃദയം കമ്പിലൂടാ. ആഹാ, എന്താപ്പത്? ഇതെന്താപ്പത്? ജോജോ പപ്പ അപ്ഡേറ്റ് തീരുമാനിച്ചടാ. നിനക്കൊരു കാര്യം അറിയാം? എന്താ? VST എന്താന്ന് കേട്ടിട്ടുണ്ടാ നീ? ഇല്ല. VST എന്ന് വെച്ചാല് നിന്റെ ശബ്ദം വേണേ കുരങ്ങന്റെ ശബ്ദം വെക്കാം, കുരങ്ങന്റെ ശബ്ദം വേണേ എന്റെ ശബ്ദം വെക്കാം. ശരി. പിന്നെ പപ്പ ഡേയ്സടാ. ഇതാണ് എന്റെ ആദ്യ പടി. അതെന്തായാലും നന്നായി പപ്പേ. പപ്പ ഇങ്ങനെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ട ആളല്ല. പപ്പ കേറി വരണം. പിന്നെ ഇതിനൊക്കെ ഉള്ള ഇടോക്കിയേ ഇതെവിടുന്ന്? അപ്പൊ വെറുതെ അല്ല മമ്മി കരഞ്ഞ്. പിന്നെ പപ്പേ, അതെ പപ്പേ, ഇനി നമുക്ക് കുറച്ചധികം ചെലവുകൾ വരികയാണ്. ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പോ ആലപ്പുഴ ജില്ലയുടെ ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടാണ് ജോജോ വന്നിരിക്കുന്നത്. എന്തേ അതങ്ങനെ സംഭവിച്ചടാ? പറയുന്ന കേക്ക്. ഇനി സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് അഡ്മിഷൻ ഒക്കെ ഈസി ആയിരിക്കും. പക്ഷെ കുറച്ച് ഡൊണേഷൻ വേണ്ടി വരും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ചേടാ, ഹലോ ചാമ്പ്യൻ. ഹായ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിന്നെ പിന്നെ അവിടെ കണ്ടില്ലല്ലോ. ഞാൻ എന്തോരം നോക്കി. നിന്റെ ഫൈറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങ് പോന്നു. ആണോ? പിന്നെ ജയിച്ചൻ ട്രീറ്റ് ഒന്നുമില്ലേ? പിന്നെ പാർട്ടി വെക്കാം. നീ എപ്പോഴാന്ന് പറഞ്ഞാ മതി. ഗേൾ ഫ്രണ്ടാ? പെണ്ണാ? അതൊന്നും പറ്റൂല, മമ്മി ചീത്ത പറയും. എടാ, ഇപ്പൊ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെയാടാ, അല്ലേ? പിന്നെ നമ്മൾ എത്ര നാള് നമ്മളുടെ എന്നെ മോൻ കണ്ടോണ്ടിരിക്കും. മടുത്തത്. ഗേൾസ് എല്ലാം മറ്റേ എന്റെ അനുപമ കെസിയും കൂട്ടി വരുന്നുണ്ട്. ഷാനു പ്ലീസ്. ഇതൊക്കെ നേരത്തെ പറയാൻ ചന്ദ്ര. എടാ, അതിനൊരു സമയവും സന്ദർഭമൊക്കെ ഒരുമിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേടാ? പിന്നല്ലാതെ. ഒരു വണ്ടി എത്തി. ഇറ്റ്സ് പാർട്ടി ടൈം. വാട മക്കളെ. ആൽബിയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ? അവനാടാ പോരാളി. കേറി വാട മുത്തേ. എന്താണ് പുഷ്പനായിട്ടുണ്ടല്ലോ? എന്താടാ ഫ്രൂട്ട്സ് കടേ? ഫ്രൂട്ട്സ് ആണ്.
വാ. To all my friends and my beautiful lady. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ആലപ്പുഴ ചാമ്പ്യന്മാരായ നമ്മുടെ ചാമ്പ്യൻസ് ആഘോഷം ഇതവിടെ തുടങ്ങുകയെ. കേശിയ, cheers. 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 ഷാനു സൂക്ഷിച്ച് നടുവുളുക്കും. കുഴപ്പമില്ലടാ. അല്പന്മാര്. നമുക്കൊരു സെൽഫി എടുത്താലോ? വേണ്ട, നമുക്കിത് ഇതെടുക്കാം. അതെ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കട്ടെ. എന്നാ വാ, പോ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. മൊത്തത്തിലൊരു ഇക്കോ ഫ്രണ്ട്ലി വീടാണ്. ഹോം ടൂറാ. എവിടെ പോണ്ടാ? ഒരു മിനിറ്റ്. നാട്ടിലേക്ക് ടർക്കി വിടാൻ നോക്ക്. ഡിജയുടെ അപ്പൻ എന്റെ പപ്പനെ പറ്റിച്ചുണ്ടാക്കിയ ഈ വീടും സ്ഥലവും. ശരിക്കും? ആ, അവര് കസിൻസ് ആണല്ലോ. അപ്പൊ ഞങ്ങൾക്കും ഇത് ഞങ്ങളുടെ വീട് പോലെ തന്നെയാ. ഇതാ ബെഡ്റൂം. ആ, അത് ബാൽക്കണിയാ. അയ്യോ, അങ്ങോട്ടേക്ക് പോണ്ട. നീ എനിക്ക് കിസ് ചെയ്യാൻ കൊടുന്നില്ലേ ജോജോ? എന്ത് കിസ്സാ? ഫ്രഞ്ച്, ബട്ടർഫ്ലൈ, എസ്കിമോ, ഹിക്കി, വാമ്പയർ, സിംഗിൾ റിപ്പ്, ഏഞ്ചൽ? അല്ലെങ്കിൽ വേണ്ട, ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ്. ഐ ആം എക്സൈറ്റഡ്. Me too. I'm ready. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ കൊണ്ട് പറ്റുമെന്നൊന്നുള്ള എനിക്ക് പ്രഷറായി കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്കാവും. നമുക്ക് താഴെ പോയാലോ? എന്താ അഭിപ്രായം? പോവാം. വാ. മാറിക്കട ചെക്ക. അപ്പൊ cheers guys. Cheers, cheers. ഇനി നീ വേണമെങ്കിൽ നീ അറിഞ്ഞോ? അതെ, ആ ഉണ്ടെന്ന് വന്നിട്ട് നീ അറിയായിരുന്നു. ഉണ്ടാ മുള്ളു മൊത്തം കോമഡി ആയിരുന്നു. എന്ത് പറ്റി? ഞാൻ പറയാം. കുറച്ച് സമയത്ത് മാത്രമേ ബേബിക്കറിയാണോ? അല്ല, കുത്തിച്ചെറിഞ്ഞു. എന്താ എന്ത് പറ്റി? മമ്മി വിളിച്ചു, അത്യാവശ്യമായിട്ട് പോണം. Are you sure? I'm sure. അപ്പൊ ശരി. ശരി, കാണാം. Hope you enjoy the party. പിന്നെ See you. See you. നന്നായിട്ട് കിസ് ചെയ്യാൻ അറിയുന്നൊരു ബോയ് ഫ്രണ്ട് വേണമെന്നാ ജോജോ എന്റെ ആഗ്രഹം. നമ്മൾ സെറ്റ് ആവും തോന്നുന്നില്ല. ഐ എം സോറി. ബൈ. ജോജോ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് എന്തൊക്കെ കഴിവുള്ള ഒരു ബോയ് ഫ്രണ്ട് വേണമെന്നാണ് ആഗ്രഹം? എടാ, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ഈ വെള്ളയപ്പം ഒന്ന് ശരിയാവാനാണ്. അപ്പൊ നീ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക് കേട്ടോ.
me, Jojo. എന്നെ കൊണ്ട് പറ്റുമോ? 1 2 1 എക്സ്റ്റെൻഡ് ചെയ്തേ. നിനക്കൊക്കെ ഇവിടെ വന്നിരുന്ന് പാട്ട് കേൾക്കാനാണെങ്കിൽ വീട്ടിലിരുന്നാ പോരെ, വെറുതെ എങ്ങോട്ട് കെട്ടി എടുക്കണം. കമോൺ. ആ ചെറിയ ശിഫാസ് എവിടെ? ഇന്ന് കടയിൽ ലോഡ് തന്നെ അവസാനം ഇച്ചിരി ബിസി ആയിരിക്കും. നീയൊക്കെ ഇങ്ങനെ കോഴിത്തോട്ടം കോരി നടന്നോട്ടാ. ഈട്ടല്ല മുട്ട എനിക്ക്. അല്ല കോച്ച്, സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് പോണ്ടേ? അതിന്റെ പ്രാക്ടീസ് എപ്പോഴാ? അതൊക്കെ സമയമാകുമ്പോൾ അവർ വിളിച്ചോളൂ. എടാ, എന്നെ ഫൈറ്റിന് വിടാതെ നീയൊക്കെ പ്രോപ്പറായി പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ചെന്ന് നല്ല ഇടി കിട്ടും എല്ലാത്തിനും. അത് സ്റ്റേറ്റ് മാച്ചാണ്. കൊച്ചേ, ഡിസ്ട്രിക്ട് ഇടിച്ച് ജയിച്ചിട്ട് തന്നെയല്ലേ ഞങ്ങളോട് ഇരിക്കുന്നത്. റിങ്ങിൽ കയറുമ്പോ ഏതവനായാലും ഇടിച്ച് പൊളിച്ചാ പോരെ, അല്ലേ ഷിഫാസ്? നല്ല നിനക്കൊക്കെ അത്ര കോൺഫിഡൻസ് ആണോ? എന്നാ രണ്ടുപേരും വാ, നമുക്ക് സ്പാർ ചെയ്യാം. ഏതെങ്കിലും ഒരുത്തൻ ഒരു ഇടി എന്റെ മുഖത്തിട്ട് വിളിക്കും, എന്നിട്ട് അടിക്കണല്ലോ. ജോജോ ജോജോ ഇടിച്ച് പൊളിച്ചേക്കാം. ഇപ്പൊ എങ്ങനെയുണ്ടാ? ഐസ് ബാഗ് എടുത്ത് വെച്ചോട്ടാ. എന്ത് പറ്റി? പഴയ മനോജ്ഞതയൊന്നും ഇല്ലല്ലോ. എവിടെയാണ് ജോജോ നമുക്ക് പാളിയത്? മൊത്തത്തിൽ പാളിയടി. മൊത്തത്തിൽ ഒരു സുഖമില്ല, ഒരു എനർജി ഇല്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒന്നും ചെയ്യാനും തോന്നുന്നില്ല, ബോക്സിങ്ങും ചെയ്യാൻ പറ്റുന്നില്ല, മര്യാദക്കൊരു കിസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇപ്പൊ ആരാ കിസ് ചെയ്തത്? അല്ല, അങ്ങനെയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നിനക്ക് എത്തരത്തിലുള്ള ഒരു കിസ്സാണ് ഏറ്റവും ഇഷ്ടം? എങ്ങനത്തെ കിസ്സോ? കിസ് ഒരു ടൈപ്പ് അല്ലേ ഉള്ളൂ. ആണോ? കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്വീറ്റ്, അത്രേ ഉള്ളൂ. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്വീറ്റ്. ഇനി നീ എനിക്കൊരു ഉമ്മ തന്നെ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായല്ലോ. ഞാൻ വിളിക്കാം. ഞാൻ ദീപക്, സ്പാർട്ടൻസ് ക്ലബിലെ ഹരിപ്പാട്. ഷിബുവിനെ ഇടിച്ചു കൂട്ടിയവൻ. ഷിബു, ജോഷുവ, ഇത് ദീപക്, 75+ കാറ്റഗറിയാ. നമ്മുടെ കൂടെ ഉണ്ടാവും. എനിക്കറിയാം, ഞാൻ ഫൈറ്റ് കണ്ടിരുന്നു. ദീപക് ആരായിരുന്നു കോച്ച്? കോച്ചില്ല, യൂട്യൂബിലൊക്കെ എങ്ങനെ നോക്കി ഇങ്ങോട്ട് പഠിച്ചതാ. വാ, ഒക്കെ ഞാൻ എല്ലാം ഗംഭീരമാണ്. പണിത്തിരക്കുള്ള വേണ്ടി ട്രെയിനിങ്ങിന് നോക്കുന്ന സമയം കിട്ടൂല. അപ്പൊ യൂട്യൂബിന്റെ രക്ഷ. എന്താണ് പണി? എന്താ? പെയിന്റ് പണിക്ക് പോകും. ഏതാടാ അൽപ്പൻ? ക്രിസ്റ്റഫർ ആണോ? അല്ല, കിരൺ. കോൺവെന്റിലെ മദർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നീ സ്റ്റേറ്റില് സെക്കൻഡ് ടൈം അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മിസ്സായി, പക്ഷെ ഈ പ്രാവശ്യം പിടിക്കും. അവരെല്ലാം വരെ ഇത്തിരി സമയം എടുക്കും. അങ്ങോട്ടിരുന്നു. ആരാടാ? ഇവനെന്താടാ ഓവാല? ഏതോ സങ്കരീനാണ്ട് ഇവൻ.
ഇതിനെന്താ ഉറപ്പില്ലല്ലോ. മിക്കവാറും എന്റെ തന്നെ വാങ്ങിച്ചു കൂട്ടും. കൊടുക്കേണ്ടി വരും. ജോജോ വേറൊരുത്തനും കൂടി വരാനുണ്ടായിരുന്നല്ലോ, ഒരു ക്രിസ്റ്റഫർ എന്നാണ് പറഞ്ഞിട്ട്. ബിഗ് ഷോപ്പറാ? ബിഗ് ഷോപ്പർ അല്ലടാ, ക്രിസ്റ്റഫർ. ഒരുത്തന് ഒലക്ക വിഴുങ്ങിയ പോലെ കുറെ നേരം വന്നിരിക്കണെങ്കിൽ അവനായിരിക്കുവോ? നീയാണോ ക്രിസ്റ്റോഫർ? ആ ഞാനാണ്. എന്നിട്ടെന്താ ഉണ്ടായിരുന്നത്? അതിന് എന്നാലും വിളിക്കണ്ടേ? ഞാൻ വന്ന് വിളിക്കണോ നിന്നെ? വേണ്ട, ഞാൻ എന്നെ തന്നെ അവിടുന്ന് വന്ന് വിളിക്കാം. മോണോ ആക്ട് ആണല്ലോ ഇവിടെ നടക്കുന്നത്. കട്ടിങ് ചെറുക്കല്ലേ? വാ. 2 മാസം കഴിഞ്ഞാൽ കൊച്ചിയിൽ വെച്ചാണ് സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ 2 മാസം ഉണ്ടെന്നല്ല, 2 മാസമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ പ്രാക്ടീസ് ഒന്നും പോരാ, എല്ലാവരും കുറച്ചുകൂടെ ഉഷാറാവണം. പിന്നെ ഇത്തവണ നിങ്ങൾ ഇറങ്ങുന്നത് ജിംഖാനയ്ക്ക് വേണ്ടിയിട്ടല്ല, ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും കൂടി ഓർമ്മ വേണം. ഇതിനു മുമ്പും ഇവിടുന്ന് ഒരുപാട് പേര് മത്സരിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊക്കെ എന്തിരിക്കണ്, നമ്മളൊക്കെ മത്സരിക്കണ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ ഇല്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറയുന്നത്, കപ്പ് ഇത്തവണ ആലപ്പുഴയ്ക്കായിരിക്കും. അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. ബാക്കി ജോഷുവ പറയും. ബോയ്സ്, അപ്പോൾ നാളെ മുതൽ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. മോർണിംഗ് 5:30 10 കിലോമീറ്റർ റൺ. അത് കഴിഞ്ഞ് പാഡ് വർക്ക് ആൻഡ് ടെക്നിക്കൽ സ്പാറിംഗ് ഉണ്ടാവും 1.5 മണിക്കൂർ. പിന്നെ ഈവനിങ് കണ്ടീഷനിങ് ആണ് 1 മണിക്കൂർ. ഓക്കെ. എല്ലാവർക്കും ഞാനൊരു ഡയറ്റ് പ്ലാൻ തരും, അതെല്ലാവരും ഫോളോ ചെയ്യണം. ആരെങ്കിലും ഒരാളെ മിസ്റ്റേക്ക് വരുത്തിയാൽ എല്ലാവർക്കും പണിഷ്മെന്റ് ഉണ്ടാവും. ക്ലിയർ? Come on. അമ്മേ, ആവശ്യത്തിന് പ്രോട്ടീൻ പോന്നോട്ടെ. പപ്പേ, തിരിച്ചു വരുമ്പോ അത്യാവശ്യം ഗോൾഡ് ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പൊ അത് വെക്കാനായിട്ടൊരു സ്പേസ് നോക്കി വെച്ചോളണം. പിന്നെ ആ സമയത്ത് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്കരുത്. എന്റെ പൊന്ന് ജോജോ, നീ 4 അക്ഷരം പഠിച്ച് വല്ല പരീക്ഷ എഴുതി പാസ്സാവുന്നതിന് പകരം അവിടെ ഇവിടെയും പോയി വല്ല തല്ലുണ്ടടക്കേണ്ട കാര്യം ഉണ്ടോടാ നിനക്ക്? നമുക്ക് വേണ്ടി മാത്രമല്ല, ആലപ്പുഴ ജില്ലക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ബോക്സിംഗ് കോമ്പറ്റീഷന് വേണ്ടി പങ്കെടുക്കാൻ പോകുന്ന ഒരു ബോക്സറാണ് ഞാൻ. അല്ലാതെ അവിടെ എവിടെയും കിടന്ന് ഇടിയുള്ളല്ല ബോക്സിംഗ്. അപ്പോഴേ
നമ്മുടെ ബോക്സർ ഒരു കാര്യം ചെയ്യ്. പോകുന്ന വഴി ആംബുലൻസിന്റെ നമ്പറും കൂടി എടുത്തോണ്ട് പോ. വരുമ്പോ ഉപകാരപ്പെടും. മതി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പോയി വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം. വേണമെങ്കിൽ നിന്നിട്ട് പോടാ. നീ ധൈര്യമായിട്ട് പോയിട്ടോ. ആ വെയിറ്റ് കൊടുക്കേണ്ടാണ്. വൈകുന്നേരം ഇടിച്ചു പൊളിക്കാനും ആരോഗ്യം വേണ്ട. അതിന് വേണ്ടിട്ടാ പറഞ്ഞത്. കഴിക്കാനല്ലേ? ഇതിൽ 22 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതിലാണെങ്കിൽ 8 ഗ്രാം പ്രോട്ടീനും പോരാത്തതിന് ഫാറ്റും കാർബും. ഓ, എനിക്കൊരു തെറ്റ് പറ്റാളിയാ വീട്ട്. കോച്ച് കോമ്പറ്റീഷൻ വൈകിട്ടല്ലേ? ഉമ്മാരൊന്നും ഇപ്പൊ കിടന്ന് മരിക്കുന്നത്. അവര് നമ്മളെ പോലെ ടൂർ വന്നല്ല. കോച്ച്, ശക്തമായ യുദ്ധത്തിന് മുന്നേ പ്രോപ്പർ റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പോയി റെസ്റ്റ് എടുത്തോ. ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വെച്ചേക്ക. അളിയാ, എനിക്ക് മറ്റേതടിച്ച്. എന്ത്? നമ്മളിരിക്കുന്ന മൊമെന്റില്ലേ, മുമ്പ് ഇതേപോലെ ഇങ്ങനെ തന്നെ കണ്ടൊരു ഫീൽ ഉണ്ടാവില്ലേ? ഡേജാവു. ആ, എനിക്കിടയ്ക്ക് അടിക്കാറുണ്ട്. നിനക്കറിയോ? പിന്നെ അല്ലാണ്ട് അത് ബ്രോക്ക് അടിച്ചിട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ബ്രോ. ഡേജാവെന്ന് വെച്ചാല് ഒരു ഫ്രഞ്ച് വേർഡാണ്. ഓൾറെഡി സീൻ. അല്ലാതെ ചർച്ച ഉണ്ടാക്കണ്ട, വിട്ടേ. അങ്ങനെ പോലെ ബേസിക്കലി ഇതൊരു ഐ പ്രോബ്ലം ആണെന്നും മെമ്മറി ഫോൾസ് ആണെന്നും സിമുലേഷൻ ഗ്ലിച്ച് ആണെന്നൊക്കെയാണ് പറയണത്. അങ്ങനെ കോൺസ്പിറസി തിയറീസ് ഉണ്ട്. കാര്യം അറിയാത്തവന്മാർ എപ്പോഴും പറയുന്ന കോൺസ്പിറസി തിയറി. ഒന്ന് പോടെ ഇറക്കാം. ഇത് വാട്ടർ കട്ടിങ്ങിന് വേണ്ടി ചെയ്യണതാണ്. എന്താണ്? വാ, വെയിറ്റ് കൊടുക്കാം. സമയം വാടാ. വിളിക്കാണ്ട് പോയില്ലടാ ഞാൻ. പക്ഷെ കിടില്ല സ്വപ്നമൊക്കെ കണ്ടു ഉറങ്ങിപ്പോയാളിയാ. അവിടെ തന്നെ കിടക്കാറുന്നില്ലെന്നാ ഡിജേ ചാമ്പ്യൻ ആയിട്ടെന്ന്. കൊച്ചദേവന്മാര് ചായ പോരാ, പാല് കുറവാണ്. ഷെയ്ക്ക് പറയായിരുന്നു. ജോജോ മതിയട നിന്ന്. പഫ്സ് വേണോ? ഞാനിത് വെച്ചിട്ട് വരാം. വേണോ? നല്ല ചൂടുണ്ട്. വേണ്ടേ? ആർക്ക് പോയി? കോച്ചിന് പോയി. എന്താ വെച്ചത്? നിന്റെ ഒക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ റെഡി ആവും. വെയിറ്റ് കൊടുക്കണം. വെയിറ്റ് നമ്മള് ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങിയാതെ കാറ്റഗറി തന്നെയല്ലേ? 60 അല്ലേ? അതൊക്കെ അവിടെ. ഇവിടെ നിങ്ങളൊക്കെ തൂക്കും. അപ്പൊ നിന്റെ ഒക്കെ വെയിറ്റ് എത്രയാണോ അതാണ് നിന്റെ കാറ്റഗറി. കാലത്ത് അവന്മാര് മേല് ചാക്കിട്ട് ഓടിയിരുന്നത് അവരെ തലക്ക് സുഖമില്ലാഞ്ഞിട്ടല്ല കേട്ടാ. എടാ വേണോ? ഓ വേണ്ട, സോറി. എന്താണിത്? പിന്നെ വെയിറ്റ് നോക്കുമ്പോ തൂക്കാൻ വേണ്ടേ? ഇയാളെ അവിടുത്തെ ക്യാപ്റ്റനാ. എന്താണ് നോക്കിക്കണേ? റെഡിയോ? സെറ്റല്ലേ നീ? പിന്നെ അവന്റെ കൈ നോക്കിയടാ. ഒരെണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. അവിടെ ഉറങ്ങാം. റെസീറ്റ് എടുത്തല്ലേ നീ? ഇത് ഷട്ടിയുടെ ഉള്ളിൽ കുത്തി കയറ്റി വെക്കാനല്ല അവിടെ കൊടുക്കണം. പിള്ളേരാണ് ഈ കളർ. പേര് വലിയ ഷിഫാസ്. ഷിഫാസ് അഹമ്മദ്. ജോജോ 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 ജോ. അതല്ലേ ഞാൻ പറഞ്ഞത്. അവന് ചെവിയൊക്കെ നീ കേറിക്കോ. 65.
എടാ ജോജോ എന്താ അവൻ ഡിസ്ട്രിക്റ്റില് 60-ലാണ് മത്സരിച്ചത്. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ പണി ഞാൻ എടുത്തോളൂ ശംസു, ബുദ്ധിമുട്ടിക്കല്ലേ. നിന്നോടൊക്കെ ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ വിളിച്ചോരി കഴിക്കണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല ഇങ്ങനെ ഒരു പണി വരുമെന്നൊരു സൂചന ആയിരുന്നു വെച്ചാൽ അത് മോശമായി പോയി. ഇപ്പൊ മനസ്സിലായില്ലേ? മാറ്റിക്കോ. ഇറ്റ്സ് ഓക്കെ, സംടൈം ഇറ്റ് ഹാപ്പൻസ്. പുവർ ബോയ്. ഭാഗ്യം വെയിറ്റൊക്കെ അത് ഷെഡ് ഇട്ടിട്ടില്ല. ഇനി ഇവിടെ നിന്ന് തിരിയാതെ നമുക്ക് റിംഗ് കാണാൻ പോവാം. പോച്ചേ ഇതാണല്ലേ ശരിക്കും നമ്മാണ്ട പോലെ സാധനല്ലോ, ഭയങ്കര വലുപ്പാണല്ലോ. കുറച്ച് വലുതാണെങ്കിലല്ലടാ എന്റെ ഇടികൊള്ളുന്നവർക്ക് അതിന്റെ അകത്ത് കിടന്ന് ഓടാൻ പറ്റും. ഇതിപ്പോ ഒരു സ്ക്വയർ അല്ലേ? ഇതാണ് റിംഗ് പേരിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ കോർണർ തന്നെ ഫ്രീസ് ആക്കിയ. ഇപ്രാവശ്യം ഞാൻ ഫുൾ പഠിച്ചിട്ട് വന്നേക്കണം. ഇത്തവണ പിടിക്കും ഞാൻ. അതിനോട് കിടന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ദീപ കേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. യെസ് കോച്ചേ, അപ്പൊ നമ്മള് തുടങ്ങല്ലേ? യെസ് ബോയ്സ്, വാ നമുക്ക് പുറത്തു പോയി കുറച്ചേരം പാഡ് ചെയ്യാം. ലെറ്റ്സ് ഗോ, കം ഓൺ. ഇതാണ് സൈഡ് പോയി പറഞ്ഞാൽ പുല്ല് വരില്ലായിരുന്നു. ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്യാം. ബോബ് ആൻഡ് വീവ്, ബോബ് ആൻഡ് വീവ്, ഷാഡോ ബോക്സ്, ബാക്ക് ബാക്ക്, സ്വിച്ച്, യാ ഡിഫൻസ്, കീപ് ഗോയിങ്, സേം ജോജോ സേം ലോങ് പഞ്ചസ്. എങ്ങോട്ടാ? ഞാൻ പോണ സ്ഥലത്തേക്ക് തന്നെയാണോ? നീ ആ പച്ച തൊപ്പിനെ കണ്ട? പച്ചനെ കണ്ട് ബ്ലാക്കിനെയും കണ്ട്. ആ ബ്ലാക്കിനെ പിടിച്ചോ. പച്ചനോട് എനിക്ക് ക്രഷ് ആയടാ. ഓ ഫ്രഷ്, നിനക്ക് ഇത്രയും കിട്ടിയൊന്നും പോരെ? എടാ ആൾക്കാരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ വലുത്? ഞാൻ അവര് സ്നേഹിക്കുന്നില്ലേ ഉള്ളൂ, ഉപദ്രവിക്കുന്നില്ലല്ലോ. തെറ്റൊന്നുമില്ല, പക്ഷെ നാട്ടിൽ ഇന്നൊരു പേര് പറയും. വെള്ളം കുടിക്കാൻ മറക്കണ്ട. അഷറഫ് കാ, ആലപ്പുഴയിലത്തെ പിള്ളേരാണ്, ഞങ്ങള് വലിയ ഫാൻസ് ആണ്. കാണാൻ സലീമ വന്നിട്ടില്ലേ? ഇല്ല, ഷംസുക്കുണ്ട്. ഓ വെയിങ് കഴിഞ്ഞ? ആ കഴിഞ്ഞിക്ക. അപ്പൊ നല്ല പ്രാക്ടീസ് ചെയ്യും. Hey out girls, especially you. എന്താ പൊളിക്കല്ലേ നമ്മള്? എന്ത്? അല്ല ചാമ്പ്യൻഷിപ്പ് നമുക്ക് അടിക്കണ്ടേ? അത് ഞങ്ങൾ ജയിച്ചോളാം. ആദ്യം നിങ്ങൾ പോയി ജയിച്ച് കാണിക്കും. എവിടെ നിന്ന് ഇത്ര ജാടാ? ഡിസ്ട്രിക്ട് ജയിച്ചിട്ടാട്ടോ നമ്മളിവിടെ എത്തിയത്. ഹലോ, ഡിസ്ട്രിക്റ്റില് നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയെന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. തൊങ്ങിക്കളി അല്ല ബോക്സിംഗ്. അപ്പൊ നിനക്ക് എന്നെ അറിയാം, അവളെന്റെ ഗെയിം കണ്ടിട്ടുണ്ട്. ചുമ്മാ ഷോടാ, ഈ തൊപ്പി വെച്ച നാങ്കാര നിനക്ക്. പാടാ പോവാം. ചെല്ല്, ചെന്ന മര്യാദയ്ക്ക് പഞ്ചേണേലും പഠിക്കും. ഷിഫാസേ, എങ്കിൽ നമുക്ക് കാണാം ആലപ്പുഴക്ക് വേണ്ടി കപ്പടിക്കാൻ പോകുന്നത് നിങ്ങളാണോ ഞങ്ങളാണോന്ന്. കാണാം. നിന്നെ കൊച്ചാക്കല്ലേ? കൊച്ചാക്കി ദേ ഇത് ഇവിടെ നിൽക്കണേ. എന്നാ കൊച്ചു ചെല്ല്. ഷിഫാസേ, ഒരു പഞ്ചടയിലോ കലയ്ക്ക് വരും. കാണാം കാണാം. എന്താടാ ഒന്ന് പതറിയില്ല? അവൻ അക്ബർ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് തോൽപ്പിച്ചാനാട്ടാ. ക്ലാസ് ആണ്, നിങ്ങൾ നല്ല കലക്കം മാച്ചായിരിക്കും. എനിക്ക് മാത്രം എന്തിങ്ങനെ? എന്താടാ? അതാ അക്ബർ ബ്രോ. ചേട്ടാ ഹരി, ആ ബ്ലൂ ജേഴ്സി കണ്ട? അതാണ് ഹരി. അവൻ നിന്നൊക്കെ പോലെ നടച്ചേ ചത്തുവീ ചക്കരക്കുട്ടന്റെ പോന്നെ അടിച്ച്. നീ കണ്ട? ഞാൻ നോക്കിയില്ല. വാ കാണിച്ചുതരാം. സൗത്ത് ഇന്ത്യൻ ലെവലിൽ കേരളത്തിന് വേണ്ടി ഇടിച്ച് ജയിച്ചവനാണ്. 2 times സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ വിന്നർ, 180 punches in 30 seconds, 110 പുഷപ്പ് ഇൻ 1 minute.
നമ്മള് വെയിറ്റ് കൊടുക്കാൻ നോക്കിയപ്പോ കണ്ടായിരുന്നു. പേടിക്കണ്ട, ഹൈറ്റ് അഡ്വാൻറ്റേജ് നിനക്കനെ. പക്ഷേ അടുപ്പിക്കണ്ട, അടുത്ത നീ തീർന്നു. പിന്നെ ആചാരവടി ശവടക്ക്. അതെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ ഇണക്കത്തി കൊണക്കാൻ നിൽക്കണ്ട. അളി ചണ്ഡീഗഡൊക്കെ എന്തോന്ന്, അതൊക്കെ നമ്മുടെ പഞ്ചാബ്. അളി അവിടുത്തെ പെമ്പിള്ളാരെന്ന് പറഞ്ഞ നമ്മള് വീണാലും അടിച്ചടിച്ച് നിൽക്കും. അതാണ് കോച്ചുകാരുടെ പാടാ വരുന്നത്. ആ ഇതാണ് നമ്മുടെ റൂം. വാളിയ ആംഗ്രി ആംഗ്രി ആംഗ്രി. നീ എന്താ ഇവിടെ? ഞാനീ പിള്ളേരായിട്ട് വന്ന ആലപ്പി കോച്ച്. ഇപ്പണി ആരാ നിന്നെ ഏൽപ്പിച്ച്? സലീം കാ. എന്നിട്ട് സലീം എവിടെ? ഒഫീഷ്യൽസിന് എല്ലാവർക്കും വരാം, സലീം വന്നിട്ടില്ല. സലീമിന് വയ്യ. നീ നോക്കിക്കോ, ഈ ഫെഡറേഷന്റെ ഗേറ്റ് സലീം കിടക്കൂലെന്ന് ഞാൻ ഉറപ്പാക്കും. ഗുണ്ടകൾ ഉണ്ടാക്കലല്ല ബോക്സിംഗ്. നാട്ടിലെത്തിയ എന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ? ഞാനവിടെ വരാൻ വേണ്ടി. ഉത്തം സിംഗ് ആരാന്നറിയോ നിനക്ക്? അദ്ദേഹത്തിന്റെ കരിയർ റെക്കോർഡ് എന്താണെന്നറിയോ? യുദ്ധം സിംഗ്. അങ്ങേര് വന്ന് നിന്നോട് 2 തമാശ പറഞ്ഞാൽ നീ കയറി അങ്ങ് ഇടിക്കോ? നീ ആരെയും കയറി ഇടിക്കോ? നീ എന്നെ ഇടിക്കടാ, ഇടിക്ക്. എന്നിട്ട് അവൻ കോച്ചാവാൻ നടക്കുന്നു. കോച്ചാവാനൊന്നല്ല നീ നടക്കേണ്ടത്. ആദ്യം പോയി നീ നല്ലൊരു ഡോക്ടറെ കാണും. ഇയാൾക്ക് എന്താ പേയാണോ? മിക്കവാറും എനിക്കുളകുന്നാണ് തോന്നണത്. മനസ്സിലായ? ദേഷ്യം എല്ലാവർക്കും വരും, അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ജോഷ, അടുത്ത കാലത്തൊന്നും നീ റിങ്ങി കയറൂലെന്ന് ഞാൻ ഉറപ്പാക്കും. ഈ പിള്ളേരെയും കൂട്ടിയല്ലേ നീ വന്ന് കിട്ടാനുള്ളൊക്കെ വാങ്ങിച്ച് വേം വിട്ടോ. അയാളെന്താ നമുക്ക് ഇട്ട് താങ്ങിയത്? തനി തന്ത വൈബ്. അളിയ അത് വിട്, വിട്ടടാ. സാറിന്ന് മൂടാണ്. അളിയൻ കയറി വരും, എനിക്ക് ഉറപ്പല്ലേ. പിന്നെ ഒരു കാര്യം പറയണോണ്ട് അളിയനൊന്നും തോന്നില്ലേ, യവന്മാരെ പോരളിയാ. പോരെന്ന് പറഞ്ഞാൽ തീരെ 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 പോരാ. എന്തായാലും നമ്മുടെ പിള്ളേർക്ക് പണി എളുപ്പമല്ലേ. അപ്പൊ നടക്കട്ടെ, ഞാൻ നമ്മുടെ പിള്ളേർക്ക് ഇത്തിരി കോൺഫിഡൻസ് കൊടുക്കട്ടെ. എന്ത് ആഗ്രഹ? എന്താ പേര്? സ്വാതി. ഈ പിള്ളേരൊക്കെ പഠിപ്പിക്കണത് നിങ്ങളാണ്? ഓ, എന്ത് എത്ര നേരം അവരോട് ബഹുമാനം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പോയി. എന്താ അങ്ങനെ വർത്താനം? പറഞ്ഞിട്ട് പോടേ ചെറയണം. ഹലോ, ഇന്നതാരാണ് ദീപക്? ദീപക് പണിക്കർ. ഞാനാ ദീപക്. അതൊന്നും നോക്കിയാ ചേട്ടാ. ഇതിലാരുടെ ഷിഫാസ്? ഷിഫാസ് അഹമ്മദ്. വലുത് എന്നെ വിളിച്ചാ മോനെ സദക്കെ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? ഫണ്ണൊക്കെ നമുക്ക് ആവശ്യമാണോ? നീ ഇപ്പൊ എന്താടാ കലിപ്പൊന്നും ഉണ്ടാക്കല്ലേ? ഫണ്ണല്ലേ? നമ്മളിനി കാണണ്ടല്ലേ? കാണാട്ടാ. എടാ, ഇതൊന്നും കാര്യാക്കണ്ട. ഇങ്ങനത്തെ പല നമ്പറും ഇവിടെ കാണും. ഇവിടെ ഈ അംഗത്തട്ടിൽ പുതിയ ചാമ്പ്യന്മാർ പിറക്കും. 14 ജില്ലകളിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകളാണ് കേരള ചാമ്പ്യന്മാരെ കണ്ടെത്താനുള്ള ഈ മത്സരത്തിൽ ഇന്നിവിടെ ഏറ്റുമുട്ടുന്നത്. ജില്ലാടിസ്ഥാനം നടക്കുന്ന ഈ മത്സരത്തിൽ ആദ്യം ഏറ്റുമുട്ടുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ എറണാകുളവും തിരുവനന്തപുരവും തമ്മിലാണ്. ആദ്യമായി 55 കിലോ കാറ്റഗറിയിൽ തിരുവനന്തപുരത്തിന്റെ രാകേഷ് ബ്ലൂ കോർണറിലും എറണാകുളത്തിന്റെ നിതിൻ റെഡ് കോർണർ.
ബോക്സിംഗ് പ്രേമികളെ ഇരു ടീമുകളും അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന പോരാട്ടത്തിന് ഇതാ തുടക്കമാവുകയാണ്. സ്പീക്കർ ഇട്ട് കൊണ്ടുവന്നല്ലേ അവനാരിടിക്കരുത് കേട്ടോ, അവൻ എനിക്ക് വേണം. എടാ ജോജോ, നമുക്കും വേണ്ട ഇതേപോലത്തെ ഒരു സാധനം. ഉറപ്പായിട്ടും ഇതേപോലെ നാലാൾക്കാരെ അറിയണ്ടേ കേറുമ്പോ? വേണ്ടേ? അത് വേണ്ടേ? അത് വേണം. അപ്പൊ ഒരു ഒലക്ക കിട്ടും. ഒലക്കേ? ഒലക്കയും വേണം, തോർത്തും വേണം. ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. ഈ ഡ്രസ് ഒന്നും ഇട്ടാകത്ത് കയറാൻ പറ്റില്ല. ഒന്നും ഇടാണ്ട് കയറാൻ പറ്റൂ? വെറുതെ ഇട്ടി മേടിച്ചു കൂട്ടില്ലേട്ടാ. പ്രശ്നമാണ്. ആ പിന്നല്ലാതെ. എടാ നിന്റെ ബാഗ് എവിടാ? ബാഗ് എവിടെ? ഇവര് ഇത്ര സിമ്പിൾ ആയിരുന്നു. എടാ നമ്മുടെ പ്രയോജനമൊക്കെ വെറുതെ ആയല്ലോ. ഇല്ല, നമുക്ക് നോട്ടം കിട്ടിയില്ല, അത് മതി, കുഴപ്പമില്ല. ബാ. എടാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ചെയ്യണ്ടേ? എന്താ നീ അവിടെ കിടന്ന് കാണിച്ചത്? അടുത്ത ആളിറങ്ങുമ്പോഴേ സെറ്റ് ചെയ്യണോ അത്? കേട്ടാ നമസ്കാരം. ഞാനേ ഫെഡറേഷന്റെ ആളുകളായിട്ട് ചെറിയൊരു മീറ്റിംഗിലായി പോയി, ഇത്തിരി തിരക്കായി പോയി. എന്ത് കാര്യത്തിന്? മുഴുവൻ ചുമതല എനിക്കാണ്. എന്റെ ചിക്കാഗോ 23. അങ്ങനെ നീക്ക് വേണമെന്നും പറ്റും. മാനം പോയി. എല്ലാം തോന്നുന്നു. ഇപ്പൊ വരാം. വളരെ ധീരമായ പോരാട്ടത്തിനൊടുവിൽ ആലപ്പുഴയുടെ ക്രിസ്റ്റഫർ വീണിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ ജോൺ. വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് എത്രയും വേഗം സ്റ്റേജിലെ ഷർദിൽ ക്ലീൻ ചെയ്യുക. അടുത്ത മാച്ച് ഉടനെ ആരംഭിക്കേണ്ടത്. ഇതൊക്കെ എന്തിനാണ് വിളിച്ചു പറയണത്? അല്ല, അവന് ബോധമുണ്ടോ? ബോധമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേഗം കൊണ്ടോ. അടുത്ത മത്സരം ഉടനെ ആരംഭിക്കുന്നു. മോനെ പേരെന്താ? മോനെ ഇങ്ങോട്ട് നോക്ക്. അമ്മച്ചി, അമ്മച്ചൻ എന്താ അമ്മച്ചി എന്നോട് മിണ്ടാത്ത? അമ്മച്ചില്ലടോ, ഡോക്ടറാണ്. അങ്ങേരെന്താ എന്നിതുവരെ കേൾക്കാൻ പോലും ശ്രമിക്കാത്ത? ചെറുതായിട്ടൊന്ന് കിളി പോയി തോന്നുന്നുണ്ട്. അതടവാണ്. മതി, എണീറ്റ്. അപ്പച്ച, നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര വിരോധം? എന്നെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് വാങ്ങിച്ചാണെങ്കിൽ അത് പറ. ശരിക്കും പോയി കിടക്കുക. കുഞ്ഞല്ലേ, നിങ്ങൾക്ക് എന്നോട് സ്നേഹിച്ചു. മതി, എണീറ്റ്. കോച്ചന്റെ മാച്ചായോ? എന്റെ ഒപ്പോണന്റ് എവിടെ? എനിക്കാണ് ഇടിച്ച് പരത്തണം. എടാ പൊട്ടെ, നീ കളിയും തോറ്റ അവനെ വാളം വെച്ചാ വന്നേക്കണം. നിന്റെ ഷർട്ടിലോട്ട് നോക്ക്. ഇനി പുറത്തിറങ്ങാത്തതാണ് നല്ലത്. ഇടിയൊക്കെ കഴിഞ്ഞടാ. കുഴപ്പമില്ല, തോൽവികളിൽ നിന്നാണ് ചാമ്പ്യന്മാരുണ്ടാവുന്നത്. ലെജൻസ് ഒക്കെ എങ്ങനെയാ അല്ലേ കോച്ച്? നീ ഇനി 5 ഡയലോഗ് അടിച്ച് എന്നെ മുഖടിച്ച് പൊളിക്കും ഞാൻ. കോച്ച്, ഞാൻ അടുത്തത് പൊളിക്കും. അടുത്ത മാച്ച് ഞാൻ അടുത്ത വർഷം. അവനെ കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞ പോലെ ഇതേ അനുഭവം ഞാൻ അനുഭവിച്ചതാ. ഞാൻ ട്രോമയും ചുമന്നോണ്ടിരുന്നു. അവന്റെ അപ്പുറത്തെ കെട്ടിൽ കിടക്കാം, മനസ്സിലായോ? അതാവേ അവൾമാരെ തോൽപ്പിച്ചേക്കണേ. ഈ റൗണ്ടിൽ അവള് വീഴാണെന്നുണ്ടെങ്കിൽ ആർത്തുങ്ക പള്ളിയിൽ ഒരു ഉരുൾ നേർച്ച, അതിന് നമ്മൾ പോട്ടോ.
നമ്മളാ 52 കിലോ കാറ്റഗറിയിൽ തൃശ്ശൂരിന്റെ ആർദ്രയുടെ തകർപ്പൻ വിജയം. ഹലോ ഒന്ന് കേറിട്ട് വരുന്നില്ലേ ഒന്ന് കേറിട്ട് വരുന്നില്ലേ അകത്തൊരാള് കിടപ്പില്ലേ ആദ്യം അവൻ ഇറങ്ങട്ടെ. അയ്യോ അതവന് ഗ്യാസ് കയറിയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ മറ്റവനെ ഇടിച്ച് കൊന്നേനവൻ. അതെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടി നമുക്കൊന്നിച്ചൂടെ? അപരാധം ചാമ്പ്യൻഷിപ്പ് അടിക്കാം, ഒന്നിക്കണ്ട. മോനെ ഷിഫാസേ, എല്ലാത്തിനെയും വിഴുങ്ങണം നമുക്ക്. ഞാൻ അവന്മാര് ഫുള്ള് സെറ്റപ്പാടാ. സെറ്റപ്പ് എന്ന് പറഞ്ഞാ സദക് അവൻ ഡേഞ്ചറാണ്. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനെല്ലാം അറിയാം. MMA, മൊയ്ത്തെ, ഉഷി, ജൂഡോ, കുബിഡോ. പക്ഷെ പേടിക്കണം, അവന്റെ ഒരു വീക്ക് പോയിന്റ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതൊന്നും നീ പറയണ്ട, അതൊക്കെ ഞങ്ങൾ ബോക്സേഴ്സിന് നല്ല പോലെ അറിയാം. നീ കുത്തിയല്ലേ? ആയിക്കോട്ടെ ഷിഫാസേ, ഇനി അവൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ കണ്ണിൽ നോക്കിയപ്പോ അവൻ പതർന്ന് ഞാൻ കണ്ടതാ. എടാ നീ വെറുതെ ധൈര്യം കൊടുത്ത ചെക്കനെ കൊലക്ക് കൊടുക്കല്ലേ? അതെ, കൊലക്ക് കൊടുക്കാനല്ല, കൊലടത്ത് തിരിച്ചു വരാൻ വേണ്ടിയുള്ളതാണ്. അവനാരാണേലും ഏത് മറ്റവനാണെങ്കിലും റിങ്ങിൽ നിന്ന് എനിക്ക് ഇടി കിട്ടും, ചിലപ്പോ താഴെ വീഴും. വീഴുന്നതിലല്ല, വീണെടുത്തുനിന്ന് തിരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ ചാമ്പ്യൻ. നീ ചാമ്പ്യൻ അല്ലേ? അധികം ആവശ്യം വേണ്ട, റിംഗ് ആണ്, ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കും. ഓക്കെ, പിടിച്ചോ. യൂസ് ചെയ്യാൻ പാടില്ല. ഇന്നത്തോടെ അവന്റെ ഉടായ്പൊക്കെ പൊളിയും. അവന്റെ പ്രോ ബോക്സിംഗ് ഒക്കെ നാട്ടുകാർ കാണട്ടെ. ലൈവാ കൊച്ചെ ഈ പോയിന്റിന്റെ കേസ് എങ്ങനെയാണ് കൊച്ചെ? ഒരു ഇടിയെങ്കിലും കൊള്ളിക്കണം, എന്നിട്ട് ആവാ പോയിന്റ്. ആദ്യ റൗണ്ടിൽ തന്നെ ആലപ്പുഴയുടെ ഷിഫാസ് അഹമ്മദ് നോക്കൌട്ട് ആയിരിക്കുകയാണ്. നോക്കൌട്ടിൽ ബ്ലാക്ക് ഔട്ട് ആയ ഷിഫാസ് അഹമ്മദ് മെഡിക്കൽ റൂമിലേക്ക്. അത് പോട്ടെ, ഒരു ഇടിയെങ്കിലും അവനെ മര്യാദയ്ക്ക് നിനക്ക് കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഇടയിൽ നിന്റെ ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് ഇത് എത്ര ആൾക്കാർ കണ്ടോന്നറിയോ? എന്റെ ഫ്രണ്ട്സൊക്കെ വന്നു. അവന്റെ ഒരു പ്രോ ബോക്സിംഗ്. ഷിഫാസേ, എന്നാലും എവിടെയാണോ നമുക്ക് പാളിയത്?
ഇന്ന് നിനക്ക് എന്താണ് പറ്റിയത്? ആഹാ വന്നൊന്ന് എല്ലാവരും കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ടീമിൽ ഇനി ബാക്കി എത്ര പേരും കൂടെ ഉണ്ട്? എന്താ ഡോക്ടറെ? അല്ല അങ്ങനെ പറയായിരുന്നെങ്കിൽ നമുക്ക് അഡീഷണൽ ബെഡ് അറേഞ്ച് ആയിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. അതാ നല്ലത്. വെറുതെ അതിന്റെ മേളിൽ പോയി ഇരിക്കുന്നതിൽ നല്ല ഇവിടെ വെറുതെ കൂടി ഇരുന്ന് ചില്ല് ചെയ്യുന്നതല്ലേ അല്ലേടാ? അതന്നെടാ നല്ലത്. ഇനി എല്ലാവർക്കും അതന്നെ നല്ലത്. എടേ വന്നവനും പോയനൊക്കെ കളിയാക്കിയപ്പോ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി ഡോക്ടർ കൂടെ കളിയാക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. കോച്ച് ഞാനതല്ല ഉദ്ദേശിച്ച കോച്ച്. ഡോക്ടർ ഇരുന്നുള്ളൂ, ഡോക്ടറോടല്ല. എടാ നിന്റെ ഒക്കെ വാഗൊണ്ടിലേട്ട് റിങ്ങിന്റെ അകത്തല്ലേ കാണിക്കണ്ടേ? എടാ നിങ്ങൾ എന്നെ കൂടെ അല്ലേ നാണം കെടുത്തുന്നത്? എടാ ഞാനിവിടെ വന്നപ്പോഴൊക്കെ മെഡലും അടിച്ചിട്ട് അവിടുന്ന് പോയിട്ടുള്ളൂ. അതും ഗോൾഡ് 2 കോച്ച് പ്ലീസ്. ഡോക്ടറോടല്ല, ഒരു നാഷണൽ പ്ലെയർ ആയ ഞാൻ നിങ്ങളൊക്കെ കോച്ച് ചെയ്തിട്ട് അതിന്റെ ഒരു ഷാഡോ എങ്കിലും നിങ്ങൾ പുറത്ത് കാണിച്ച. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ ചുരുങ്ങിയത് അതിനുവേണ്ടി പണിയെടുക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുത്. കോച്ച് calm down. ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ബാക്കി നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, ജയിച്ചിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. അതെ, അങ്ങനെ ഉറപ്പിച്ചാ മിനിമം നല്ലൊരു ഗെയിം എങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും. മനസ്സിലായ? നീ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ കളിക്കാനുള്ളത്? അടുത്തത് ഞാൻ. കോച്ച് നീ അവിടെ തന്നെ ഇരുന്നോ? എന്നാ നമുക്ക് പുറത്തുപോയി നല്ലൊരു ഗെയിം എങ്കിലും കണ്ടല്ലോ. വാ കോച്ച്. സംഭവം നമുക്ക് തെറ്റുപറ്റിയളയാ. സംഭവം പെണ്ണേഴ്സ് തന്നെയാണ്. കാര്യം നമ്മൾ പ്രാക്ടീസ് ഉഴപ്പി 2 വീഴുകയും ചെയ്തു. പക്ഷെ ഈ സ്റ്റേറ്റ് ഗോൾഡ് എന്നുള്ള ഷോഫ് അതിവിടെ ഇറക്കേണ്ട എന്താ ആവശ്യമുള്ളൂ അല്ലേ? എന്തായാലും നമ്മളെ കേൾപ്പിക്കാനല്ല. ഇനി മറ്റേ കോച്ചിന്റെ ഇടിയിട്ട് 2 വാക്ക് കൂടി അറിഞ്ഞാ മതി. പുള്ളി നമ്മൾ വിചാരിച്ച പോലെ അല്ലട്ടാ. എന്താ എടാ, ആലപ്പുഴ ഗേൾസ് ടീമിൽ ഇന്ദു തോറ്റാ ജയിച്ചു. പിന്നെ അവിടെ ചെന്ന് അധികം വലിയ മൈൻഡ് ഒന്നും ആർക്കും കൊടുക്കാൻ നിൽക്കണം നിങ്ങൾ. ഓക്കെ, നമ്മൾ ഒരേ ജില്ലക്കാരായതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെല്ലുന്നു, കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. എന്താടാ അല്ലേക്ക ഞങ്ങള് ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ. എന്നാ വേഗം പറഞ്ഞോ. കൺഗ്രാറ്റ്സ്. ബോക്സിംഗിൽ സ്ലിപ്പ് മാത്രമല്ല ഹുക്കും അപ്പർ കട്ടൊക്കെ ഉണ്ട്. ഒന്ന് കാണിച്ചു തരൂ. Why not? Give me. You have to keep it tight. Okay? Ready? Touch glove. Ready? Double 1 right hook. Soft. പോവാ. എന്താടാ പോവല്ലേ? അവന്റെ ഫൈറ്റിന് സമയമായില്ലേ? സോറി, എനിക്ക് എന്റെ നെക്സ്റ്റ് ഫൈറ്റർ പ്രിപ്പയർ ചെയ്യാൻ സമയമായി. സോ ഐ ഹാവ് ടു ഗോ. പ്രാക്ടീസ് നടക്കട്ടെ. ഓക്കെ ചാമ്പ്. അടുത്ത മത്സരം റഫറിംഗ് ചെയ്യാനായി സിറ്റി പോലീസ് കമ്മീഷണറും മുൻ നാഷണൽ ലൈറ്റ് വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനുമായ ശ്രീ ആൻഡ്രൂസ് ക്ലാസൻ സാർ എത്തിച്ചേർന്നിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു ദി റിംഗ് സാർ. തുടങ്ങല്ലേ? തകതൈ 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 ദിത്തഗദീം ദിത്തഗദാരിഗതി മൃദൈ തകതൈ 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 ദിത്തഗദീം ദിത്തഗദാരിഗതി മൃദൈ പാടച്ചട്ട പൂതച്ചീത പാടച്ചട്ട പൂതച്ചാത വരുന്നു വീരൻ. യെസ്, കമോൺ കമോൺ കമോൺ. ചെറുതാ പോടാ. Head up, no holding, no below belt. Listen to my instructions. Come on, ചെറുതേ. ചെറുതേ ഒന്നും നോക്കണ്ട, ഇടിച്ചോ. ഇടിച്ചോ. Box.
Attention source, so hold new heights. Got the eager focus in my eyes. I said left, right. On the edge like I woke up on the wrong side. Attention source, so hold new heights. Got the eager focus in my eyes. We're building up to this duel. So make it here, I'll bet lots of rules. Fired up, but I am keeping it cool. I'm seeing this fight through and through. We're building up to this duel. To make it here, I'll bet lots of rules. Fired up, but I am keeping it cool. I'm seeing this fight through and through. I'm seeing this fight through and through. അവന് തല്ലല്ലേ എന്ന് പറയാൻ പറ്റുമോ ദീപ് കേട്ടാ? ചെറുതാ റിബിനടിക്കട്ടാ, റിബിനടി. ഫ്ലിപ്പ് ചെയ്യാ, റിബിനടിക്ക. മുഖത്തടിക്കണ്ട, റിബിനടിക്കാം. ഒന്നുമില്ല. ഓക്കെ ഹരി, വാ. ഒന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. One, two, three, four, five, six, 7, 8. We're building up to this duel. I'ma be the one from this duel. Support is here for my crew. I'ma do what I gotta do. We're building up to this duel. I'ma be the one from this duel. Support is here for my crew. I'ma do what I gotta do. അങ്ങനൊന്നും ഇടിക്കല്ലേ ചെറുതാ. അവളത് അവളാണ് ഒരു പോയിന്റ്. We're building up to this duel. We're building up to this duel. I'ma be the one from this duel. Support is here for my crew. I'ma do what I gotta do. Stop. ചെറുതാ ഇവിടെ ഇടി, വേറെ എവിടെ ഇടിക്കണ്ട, ഇവിടെ ഇടി. റോൾ ചെയ്യാ, അകത്ത് കയറാ, റിബിനടിക്ക. റിബിനടിക്ക, ഫേസിലടിക്കണ്ട, റിബിനടിക്കട്ടാ. വാ, ഓക്കെ. Come on. Deep breathe, deep breathe, deep breathe. റേഞ്ചിൽ എന്ന് കളിക്കുക, സ്ട്രേറ്റ് പഞ്ച് അടുപ്പിക്കല്ലോ, അവനെ അടുപ്പിക്കല്ലോ. മനസ്സിലായോ ആരാ ചെറുത് വലുതെന്ന്? ഒക്കെ ഉണ്ടായോണ്ട് മാത്രമല്ല അവനോ. ഇവിടെ അവിടെ നമ്മുടെ റൂമിൽ പട്ടി വരും അങ്ങോട്ട്. നീ കൊള്ളാടാ പൊളി. ശിഫാസിക്ക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി.
വിന്നർ ഇൻ ദ റെഡ് കോർണർ റെപ്രസെന്റിംഗ് എറണാകുളം. അടുത്ത മാച്ചിന് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ നിന്നും ജോജോ ഓൺ ദ റെഡ് കോർണർ ആൻഡ് കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി സനൂപ് ഓൺ ദ ബ്ലൂ കോർണർ. കളിയാക്കിയവർ ക്ലാപ്പ് അടിക്കട്ടെ, കൂവി വിളിച്ചവർ ആർപ്പ് വിളിക്കട്ടെ. ഞാൻ പോയി സനുവിന്റെ ഷൗപ്പട്ട് റെഡിയാക്കട്ടെ. വാരിയർ ജോജോ തുടങ്ങല്ലേ? Stop. Uppercut, hook, two, double head up. No holding, no below one. Shake it. Uppercut, hook, two, double one, two, hook. Uppercut, hook, two, double one, two, hook. Uppercut, hook, box. Double one, two, hook. Uppercut, hook, two. Double one, two, hook. Break. Box. Stop. Red. Box. Coach. Red. Box. Stop. Red. ജോജോ അവനെ ഡിസ്റ്റൻസ് ഇട്ട് കളിക്കണോട്ടാ. റേഞ്ചിൽ എന്നിട്ട് കളിപ്പിക്കണോട്ടോ അവനെ. ഓക്കെ അല്ലേ? സനു, next round. Finish him. Deep breath. Yes. Come on. Box. Are you okay? Stop now. Deja.
എടാ ജോജോ, നീ എന്താടാ ജോക്കറാ? എന്താ നീ അവിടെ കിടന്ന് കാണിച്ചത്? രണ്ടാക്കും കൂടി അല്ലേ ഇനി തല്ലുകൊള്ളാനുള്ളൂ. അതും കൂടി കൊണ്ടിട്ട് ഏതെങ്കിലും ട്രെയിൻ കയറി അങ്ങോട്ട് പോര്. ഞാൻ പോവേണ്. കള്ളവണ്ടി കയറി പോരാ, യോഗ്യന്മാരല്ലേ? അടുത്ത മാച്ചിനായി ആലപ്പുഴ ജില്ലയിൽ നിന്നും നതാഷ ഓൺ ദ ബ്ലൂ കോർണർ ആൻഡ് കൊല്ലം ജില്ലയിൽ നിന്നും ക്രിസ്റ്റീന ഓൺ ദ റെഡ് കോർണർ. എടാ ഇനിയിപ്പോ അവളുടെ മാച്ചാണ്. അതിനി എന്താവും എന്തോ. അതുകൂടി കണ്ടിട്ട് പോയാ പോരെ? എങ്കിൽ പിന്നെ ഇതുകൂടെ കണ്ടിട്ട് പോവാം. ഇരിക്കാം. എല്ലാ വിഷമവും തീർന്നു. ഈ കുന്നാളിപ്പോ അവിടെ കാണിച്ചിരുന്ന ജയിച്ചാൽ അതെ, നിന്റെ സ്ലിപ്പ് അടിപൊളിയാണ്, അതുപോലെ നീയും അടിപൊളിയാണ്. ഫ്ലോട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിംഗ് ലൈക്ക് എ ബീ. കം ഓൺ. കൊച്ചേ, നിങ്ങളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താണ്? അവനകത്ത് കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ദൈവം കേട്ടോ പ്രശ്നം? ഫൈറ്റിന് ഇറങ്ങാനുള്ളതാണ്. പണ്ടങ്ങാണ്ട് ഒരു ഇടിയിട്ട് എന്ന് പറഞ്ഞേ. ഇങ്ങനെയുണ്ടോ പിള്ളേർക്ക് പേടി? കോച്ചെ, കോച്ചിനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് പോയി കൂടായിരുന്ന? ഞാനിത് എത്രയെന്ന് വെച്ചിട്ടാ മോട്ടിവേറ്റ് ചെയ്യുന്നേ? ആണോ? മോട്ടിവേഷനും ആയിട്ടില്ല, ചീത്തയായിട്ടില്ല, ഡാർക്കും ആണ് മൊത്തത്തില്. ഒരു വഴിയുണ്ട്, ഒത്താ ഒത്ത്. ബാ, അതെന്തായാലും നന്നായിടെ കിരണേ. കോച്ചിനങ്ങനെ പലതും പറയാ. റിങ്ങി കയറി ഇടികൊള്ളുന്നത് നമ്മളല്ലേ. ഇനിയിപ്പൊ നീ റിങ്ങി കയറിയിട്ട് നിനക്ക് ഇടികൊള്ളുന്നത് ഞങ്ങൾ കണ്ടുവെക്കാന്നല്ലാതെ വേറെ ഒന്നും നടക്കാനില്ല, അല്ലടാ? അല്ല, കാര്യവൻ കമ്പി വലിഞ്ഞു കയറാനൊക്കെ എടുക്കണമെങ്കിലും ബോക്സിംഗ് അതിനല്ലല്ലോ, അതിന് സ്കില്ല് വേണ്ടേ? ആ അക്ബറിനെ കണ്ടാലറിയാം, അവൻ ജനിച്ചത് ഇടിച്ച് പൊളിക്കാൻ വേണ്ടിട്ടാണ്. ടെർമിനേറ്റർ പോലെ ഇരിക്കണു. ബ്രോ, ആക്ച്വലി ഇടി കൊള്ളുമ്പോഴൊന്നും അല്ല ശരിക്കുള്ള പെയിൻ. നമ്മള് തോറ്റിട്ട് റിങ്ങിന്ന് ഇറങ്ങുമ്പോ ചിലരുടെയൊക്കെ ഒരു നോട്ടമുണ്ട്. പ്രായത്തിലെന്റെ ബോധം പോയോണ്ട് അതൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷെ എനിക്ക് ഇവനെ മനസ്സിലാവൂടാ. മര്യാദക്ക് ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു ചെക്കനാണ്. റിങ്ങി കയറി ഒരു തന്നെ ഇടിക്കാനുള്ള ധൈര്യം ഇവനുണ്ടെങ്കിൽ ഇവൻ ഇത്രയും നാള് വെർജിനായിട്ട് നടക്കോ? ഇല്ലല്ലോ.
നമുക്കിത് വിട്ടേക്കാളാ. നമുക്ക് അടുത്ത ആലപ്പി എക്സ്പ്രസ് പിടിക്കാം. അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോണില്ല. ഇട്ടേളടാ, നിനക്കൊണ്ട് നടക്കുന്നോന്നല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാലോ. എന്നാലും ഇങ്ങനെ തോൽക്കാനാണല്ലോ നമ്മുടെ വിധി എന്ന് ആലോചിക്കുമ്പോ ഓക്കെ അല്ലേ? എന്നാ പാക്ക് ചെയ്തോടാ. കലിപ്പാണോ? കൊച്ചേ അത് ഓക്കെയാണ് അല്ലേ? Now's the moment I've been waiting for all my life. ഇപ്പോഴേ തോറ്റു കൊടുക്കണ്ട. Memorize you, I'm ready to fight. It's all coming back, there ain't no place I can hide. My heart is a jam, strap for the fight, strap for the right. Loud on my mind, questions behind, loud on my mind, here for the climb. Let me go loose, your boy is a booster, ring the bell, dude. You said I can do it, that's never been how I viewed it. You told me my moves were fair, I'm thinking stupid. Injected by your toxins, ran on those fluids. Now look at where I am, not someone you screw it up. It was polluted, my gas plans are truly consuming. They killed me to the end, I was stupid. They don't go away, even I barely knew me. I'll be on the loose side of the true me. Said I can do it. അതെന്താ കോച്ചത്? അത് അവനെ ടച്ച് ആയിന്ന് കാണിക്കാനാ. പോയിന്റില്ല, പോയിന്റിന് വേണ്ടി. Said I can do it. Said I can do it. Said I can do it. Do it. Said I can do it.